പോയിട്ട് ഇപ്പൊ ഞങ്ങൾ നടന്നത് ഇവിടുത്തെ ലേക്ക് റിസോർട്ടിലേക്ക് വന്നേക്കാണ്. ഇവിടുത്തെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ, നല്ല സൂപ്പർ. അതാണ് റിസോർട്ടായിട്ട് കാണിച്ചേക്കുന്നത്. ഇവിടെ വീട് പോലെ സംഭവം അതുണ്ട്. ആ രണ്ടെണ്ണം മലയുടെ മുകളിലാണ് അവരത് വെച്ചേക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്, കാണാൻ സൂപ്പറാണ്. ഇവിടുത്തെ മുട്ടക്കുന്ന് പോലുള്ള സ്ഥലമാണ്. അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് അവർ റിസോർട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ, സൂപ്പറാണ്, ഭംഗിയാണ്. അവിടെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ എനിക്ക് ആ റിസോർട്ടിൻ്റെ ഓടി നാണത്തുണ്ട്. ഇവിടെ നോക്ക്, ഈ റിസോർട്ടിൻ്റെ ലേക്ക് റിസോർട്ടാണ്. അത് ലേക്ക് എന്ന് പറയുന്ന സംഭവം ഇതാ കണ്ടോ. ഇത് രസമാണ് കാണാൻ, അടിപൊളി വ്യൂ ആണ്. അതിന്റെ മണ്ടൊക്കെ മലമുകളിലോട്ട് നോക്കിയേ, കാടാണ് ഇതല്ലേ, കാടാ, ഭയങ്കര കാടാണ്. ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ കിട്ടത്തില്ല. അങ്ങനെയല്ല, താഴെ എങ്ങനെ ഇറങ്ങാതിരിക്കുന്നത്? വേണം ഇറങ്ങണം. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇപ്പൊ ചാടത്തില്ല. ലോണ്ടറി അവിടെ ഇറങ്ങാം. ഒന്ന് പടിയുണ്ടോ അവിടെ? നോക്കട്ടെ, ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാം, നല്ല രസമുണ്ട്. കലണ്ടറിലൊക്കെ സീനറി കാണത്തില്ലേ, അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കുക, വീട് കണ്ടോ, ആ തടാകത്തിന്റെ സൈഡിൽ വീട് കണ്ടോ. കറക്റ്റ് നമ്മള് സീനറി കാണുന്നത് തന്നെ അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീടാണത്, അത് റിസോർട്ട് പോലാന്ന് തോന്നുന്നു കേട്ടോ. വെള്ളത്തിന്റെ അളവ് അറിയാനായിട്ടുള്ള സംഭവം. വെള്ളത്തിന്റെ അളവേ വേണ്ട, പടിയുണ്ട് കാലൊക്കെ കഴുകാം. പക്ഷെ ഡാമല്ലേ, ഡാമില് ഇതൊരു തടാകോ. ലവ് സോങ് ഒക്കെ പഠിക്കാൻ പറ്റിയ സ്ഥലമല്ലേ, വെള്ളം കണ്ട് എനിക്ക് നല്ല ഇറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇറങ്ങാൻ പേടിയാണ്. നമ്മളെ നാട്ടിലെ പോലെയുള്ളതല്ലല്ലോ. അതുണ്ട്, ആ മരത്തിനകത്ത് നിറച്ച് കാണുന്നത് പ്ലമ്മാണ്. ഇതുണ്ടോ, പ്ലം നിൽക്കുന്നുണ്ട്. പ്ലം ഒരു ചില്ല നിറയെ. ഞാൻ അവിടോട്ട് പോകാം. വലിയ കാട്ടിലൊക്കെയാണ് ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ. നമ്മൾ നല്ല ഗുണമുള്ള ഫ്രൂട്ട്സ് കഴിക്കണം എന്നൊക്കെ പറയും. ഇവിടെയൊക്കെ കാട്ടിലാണ് അത് പറയുന്നത്. ഇതൊന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പം